പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായിരുന്നു മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭസ്ഥയായി ദൈവപുത്രന് ജന്മം കൊടുത്തു എന്നത്. ഇത് രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം യേശു പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ചതും യേശു പന്തക്കുസ്തായിലൂടെ പരിശുദ്ധാത്മാവിലൂടെ സഭയ്ക്ക് ജന്മം നൽകിയതും എല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ തന്നെ ഭാഗമായിരിക്കെ അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നതും പരിശുദ്ധാത്മാവിലൂടെ തന്നെയാണ്. അങ്ങനെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ് രക്ഷാകര സംഭവം. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ് സുവിശേഷവൽക്കരണം. മാർപ്പാപ്പമാർ എല്ലാവരും ഉച്ചത്തിൽ പ്രഘോഷിക്കാറുള്ള ഒരു കാര്യം, രണ്ടാം വറ്റിക്കാൻ സൂനഹദോസിൽ നിന്നും പ്രഖ്യാപിക്കപ്പെട്ടതുമായ ഒരു കാര്യം, സഭയുടെ പ്രഥമ ദൗത്യം സുവിശേഷവൽക്കരണമാണ്. ചർച്ച് എക്സിസ്റ്റ് ഫോർ മിഷൻ. സഭയുടെ സുവിശേഷവൽക്കരണത്തിൻ്റെ സുവിശേഷ ദൗത്യത്തിൻ്റെ ചാലക ശക്തി പരിശുദ്ധാത്മാവാണ്. മനുഷ്യൻ്റെ ജ്ഞാനത്തിനോ ബുദ്ധിക്കോ അല്ല ഒന്നാം സ്ഥാനം. അതെല്ലാം ഉണ്ടാകാം, എന്നാൽ അതെല്ലാം ഉണ്ടായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമില്ലെങ്കിൽ സുവിശേഷം പ്രസരിക്കില്ല. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ പറയുകയാണ്, പരിശുദ്ധാത്മാവിലൂടെ വേണം എല്ലാ സുവിശേഷ വേല ചെയ്യാൻ. ആ സുവിശേഷ വേലയ്ക്ക് നമ്മൾ ഓരോരുത്തരെയും ഒരുക്കുകയാണ്. ഈ പന്തക്കുസ്താ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട വലിയ ഒരു ബോധ്യം, എന്തിനാണ് ഈ പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താണ്? പരിശുദ്ധാത്മാവ് ആരാവുന്നു? ഈ കാര്യങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ വിചിന്തനം ചെയ്യണം നല്ലതാണ്. നമുക്കറിയാം, എന്നാൽ അറിയാവുന്ന കാര്യങ്ങൾ, ഒരുപാട് പ്രാവശ്യം കേൾക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് പ്രാവശ്യം കേൾക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ
പ്രാധാന്യത്തിന് അല്പം മങ്ങലേക്കാൻ സാധ്യതയുണ്ട്. ഫെമിലിയാരിറ്റി ബ്രീഡ് കൺറ്റംപ്റ്റ് എന്ന് പറയും. അതായത് എന്തൊരു കാര്യം നമ്മൾ എപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു വിലയില്ലാത്ത പോലെയാകും. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോൾ നവീകരണത്തിലൂടെയും നമ്മുടെ എല്ലാ തരത്തിലുള്ള ടെലിവിഷൻ പ്രവർത്തനങ്ങളിലൂടെയും മാധ്യമ പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധാരാളം പഠിക്കുകയും പ്രവർത്തിക്കുകയും പാടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് അതൊരു മുറ്റത്തെ മുല്ല പോലെ ആയോ എന്നൊരു സംശയം. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് റീകളക്ഷൻ എന്ന് പറയും. അതായത് വിചിന്തനം ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് വിചിന്തനം ചെയ്യണം. ഇത് ഈ പെന്തക്കോസ്താ തിരുനാളിന് ഒരുങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസപ്രമാണത്തിൽ തന്നെ. വിശ്വാസപ്രമാണം എന്ന് പറഞ്ഞാൽ ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം, അതായത് പിതാവിലുള്ള വിശ്വാസം, പുത്രനിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. ഇതാണ് വിശ്വാസപ്രമാണത്തിൻ്റെ സ്ഥായിയായിട്ടുള്ള 3 കാര്യങ്ങൾ. അതിൽ സർവശക്തനും പിതാവും സൃഷ്ടാവുമായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ അതിനുശേഷം നമ്മൾ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പുത്രനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ അതിനോട് ചേർത്ത് നമ്മൾ പറയേണ്ടി വരികയാണ്, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു, പുത്രനെ പ്രസവിച്ചു. എന്തിന്? നമ്മളെല്ലാ ദിവസവും നമ്മുടെ ഏറ്റവും പ്രാഥമിക പ്രാർത്ഥന, അടിസ്ഥാനപരമായ പ്രാർത്ഥനയായ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭസ്ഥയായി. ഇവിടെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും 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 വലിയ ഒരു പ്രവർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ കർത്താവും ജീവദാതാവും എന്ന ചാക്രിക ലേഖനം, അത് വളരെ പ്രസിദ്ധമായ ശ്രേഷ്ഠമായ ഒരു ചാക്രിക ലേഖനമാണ്. ഡോമിനോം എറ്റ് വിവിഫിക്കാൻഡും, ഡോമിനോം കർത്താവും, വിവിഫിക്കാൻഡും എന്ന് പറഞ്ഞാൽ ജീവദാതാവും. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ തന്നെ പറയുന്ന ഒരു വാക്കാണ്, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്നവനും പിതാവിനും പുത്രനും സമനായവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും കർത്താവും ജീവദാതാവും. ഇത്രയും കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ പറയുന്നതെങ്കിലും ആ പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയണം, ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു പ്രസവിക്കപ്പെട്ടതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിക്കപ്പെട്ടു. അതായത് പുത്രൻ തമ്പുരാനെ മനുഷ്യാവതാരം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന പ്രവർത്തനം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരുന്നു. ഗബ്രിയേൽ മാലാഖ മറിയത്തിന് മംഗളവാർത്ത അറിയിച്ചു. മംഗളവാർത്ത നമ്മളെല്ലാ കൊന്തയിലും പ്രാർത്ഥിക്കുന്നതാണ്. മംഗളവാർത്ത ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്ന ദിവ്യരഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കാം. എന്താണ് അവിടുത്തെ ദിവ്യരഹസ്യം? ആ മംഗളവാർത്ത അറിയിച്ചു, മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് നീ യേശു എന്ന് പേരിടണം. ഇത് കേട്ടപ്പോൾ തന്നെ മറിയം ആകെ അങ്ങ് ഇച്ചിരി ആവലാതിപ്പെട്ടു. എന്തുകൊണ്ടാ? മറിയം പറയാണ്, അതിന് ഞാനൊരു പുരുഷനെ അറിയില്ലല്ലോ. അതായത് മറിയം വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വിവാഹമായിട്ടില്ല, ഒരു പുരുഷൻ്റെ കൂടെ ഒന്നാകാൻ ആരംഭിച്ചിട്ടില്ല. ഈ സമയത്താണ് ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ ഈ സന്ദേശം അറിയിക്കുന്നത്.
ഞാനൊരു പുരുഷനെ അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ ഗർഭിണിയാകും? മാത്രമല്ല മറിയത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ഉത്കണ്ഠകളുണ്ടാകാം. ഒരു കന്യകയായിരിക്കെ ഒരു പുരുഷനുമായിട്ട് വിവാഹത്തിലൂടെ ബന്ധപ്പെടാതിരിക്കെ ഗർഭിണിയായാൽ ഉണ്ടാകാവുന്ന എല്ലാ ഭവിഷ്യത്തുകളും ഒരു മിന്നൽ പോലെ അവളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകണം. അതുകൂടി കൊണ്ടായിരിക്കണം ഒരു ഭയം. എന്നിരുന്നാലും പറഞ്ഞു, ഞാനൊരു പുരുഷനെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ ഉടനെ മാലാഖ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അങ്ങനെ നീ ഗർഭിണിയാവും. വീണ്ടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു പ്രബോധനത്തിൽ ഈ ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണത്. സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധാരാളം അറിവുള്ളവരാണ്. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിലാണ്. പരിശുദ്ധാത്മാവ് വെള്ളം പോലെയാണ്, ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. പരിശുദ്ധാത്മാവ് അഗ്നിയാണ്, കണ്ടോ, അഗ്നി കത്തിപ്പടരണമെന്നൊക്കെ നമ്മൾ പാടുന്നു. പരിശുദ്ധാത്മാവ് കാറ്റാണ്, ഇനി വീണ്ടും വീശണമെന്ന് നമ്മൾ പാടുന്നു. എന്നാൽ ഈ 4 സംജ്ഞകൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളാകുന്നേ ഉള്ളൂ. എന്നാൽ ആരാണ് ഈ പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ നമ്മൾക്ക് മനസ്സിലായാലേ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവിൽ 1-ാം ക്ലാസ്സിലാവുള്ളൂ. പിന്നെ 2-ാം ക്ലാസ് 3-ാം ക്ലാസ് നമ്മൾ പഠിക്കണം. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവിലെ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകുന്നു. പ്രാവാണ്, വെള്ളമാണ്, തീയാണ്, മഞ്ഞാണ്, കാറ്റാണ്, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളുടെ അല്ലെങ്കിൽ ഫലങ്ങളുടെ ചിഹ്നങ്ങളാണ്, അടയാളങ്ങളാണ്. അതിനെക്കുറിച്ച് നമുക്കിനി പിന്നീട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. എന്നാൽ അതെല്ലാം ആ വ്യക്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഫലങ്ങളാണ്. പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി, ആ വ്യക്തിയുടെ വ്യക്തിത്വമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. മാലാഖ പറഞ്ഞു, ഞാനൊരു പുരുഷനെ അറിയില്ലല്ലോ എന്ന് മറിയം പറഞ്ഞപ്പോൾ മാലാഖ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അങ്ങനെ നീ ഗർഭിണിയാകും. സ്നേഹമുള്ളവരെ, ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം, ഒരു വ്യക്തിയായ പരിശുദ്ധാത്മാവിലൂടെയാണ് മറിയം ഗർഭിണിയായത്. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലായി കഴിയുമ്പോൾ അടുത്ത് നമ്മൾ മനസ്സിലാവുന്നത് ആ വ്യക്തിയായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് ഒരുപാട് മേഖലകളുണ്ട്. അളവില്ല എന്നാണ് പറയുന്നത്. അളവില്ലാതെയാണ് ആത്മാവിൻ്റെ പ്രവർത്തനം. അതിരുകളില്ല എന്നാണ് മറ്റൊന്ന്. ദർ ഈസ് നോ ബൗണ്ടറി. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനൊരു ചെറിയ സൂചന തരാവുന്നത്, നമ്മൾക്കറിയാം, നമ്മുടെ കത്തോലിക്ക സഭയിൽ ലക്ഷക്കണക്കിന് വിശുദ്ധന്മാരുണ്ട്, അഥവാ കോടാനുകോടി വിശുദ്ധന്മാരുണ്ട്. അതിൽ നാമകരണം ചെയ്യപ്പെട്ട വിശുദ്ധർ തന്നെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്. എന്നാൽ ഒന്ന് ചിന്തിക്കുക, ഈ 10,000-കണക്കിന് വിശുദ്ധന്മാരിൽ ആരെങ്കിലും മറ്റൊരാളെപ്പോലെയാണോ? അല്ല, വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ വിശുദ്ധ കൊച്ചു ത്രേസ്യ ഒരു വിശുദ്ധ വേദപാരംഗത, എന്നാൽ അതേ സമയത്ത് വിശുദ്ധ അഗസ്തീനോസ് ഒരു വേദപാരംഗതൻ. എന്നാൽ ഇവർ തമ്മിൽ എന്തോ ഒരു വ്യത്യാസമാണ്. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അത്രയ്ക്ക് വിശാലമാണെന്നുള്ള ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. ആ പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി ഏറ്റവും വലിയ പ്രവർത്തനം ചെയ്തത് ദൈവപുത്രനായ, ത്രിത്വത്തിലെ 2-ാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മറിയത്തിൻ്റെ ഗർഭത്തിൽ
മാംസം ധരിക്കുന്ന പ്രവൃത്തിയാണ്. ഇത് നമുക്ക് ബുദ്ധി കൊണ്ട് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്താ? കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭസ്ഥയായി. ഇവിടെ എന്താണ് ഇവിടുത്തെ പ്രവൃത്തി? ആരെല്ലാമാണ് ഇവിടുത്തെ പ്രവൃത്തിയിൽ? പരിശുദ്ധാത്മാവും വചനവും. വചനമാകുന്ന ദൈവം മനുഷ്യനായി അവതരിക്കുന്നു. അപ്പോൾ വചനമാകുന്ന ദൈവം ആ വചനത്തെ പരിശുദ്ധാത്മാവുമായിട്ട് ഒന്നായപ്പോഴാണ് മറിയത്തിൻ്റെ ഗർഭത്തിൽ യേശു രൂപപ്പെടുന്നത്. അപ്പോൾ യേശുവിനെ ഈ ദൈവപുത്രൻ മനുഷ്യപുത്രനായ യേശുവായി പിറക്കാൻ ഉള്ള ആ പ്രവൃത്തി മുഴുവനും നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഇത് നമ്മൾ വിശ്വാസ പ്രമാണത്തിലും കർത്താവിൻ്റെ മാലാഖയിലും എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അവിടെ നമ്മൾക്കുണ്ടാകേണ്ട ഒരു തിരിച്ചറിവ് ഒരു വ്യക്തിബന്ധമാണത്. പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി. നമ്മളൊരിക്കലും ഒരു പാട്ട് എഴുതിയപ്പോൾ ഇങ്ങനെയാണ് പാടിയത്: പരിശുദ്ധാത്മാവിൻ മണവാട്ടിയാം മറിയത്തിൽ പരിശുദ്ധാത്മാവു നിറഞ്ഞു, പരിശുദ്ധനാം ദൈവപുത്രൻ ജനിച്ചു. കണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് മറിയം. അപ്പോൾ ആ പരിശുദ്ധാത്മാവാകുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തെ നമ്മളെപ്പോഴും കാണണം. തീയാണ്, കാറ്റാണ്, വെള്ളമാണ്, പ്രാവാണ്, എന്നാൽ അതൊന്നുമല്ല പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം. പരിശുദ്ധാത്മാവ് ദൈവമാണ്, ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളാണ്. ഒരാൾ എന്നാൽ കാണാൻ പറ്റില്ല. പിതാവിനെ നമുക്ക് മനസ്സിലാക്കാം ആളാണെന്ന്, പുത്രനെയും എളുപ്പം മനസ്സിലാക്കാം ഒരാളാണെന്ന്. എന്നാൽ പരിശുദ്ധാത്മാവിനെ ഒരാളാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? പരിശുദ്ധാത്മാവ് ആത്മാവാണ്, അരൂപിയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾക്ക് വളരേണ്ട ഒരു മേഖല. അരൂപി ആയിരിക്കെ ആ ഒരാളെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആ ആളുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിലൂടെയാണ്. ഒരാളെ നമുക്ക് മനസ്സിലാക്കുന്നത് പ്രഥമമായിട്ട് ആ ആളുടെ സ്നേഹത്തിലൂടെയാണ്. നമ്മൾ ഒരുപാട് ആൾക്കാരെ റോട്ടിലൂടെ പോകുമ്പോൾ കാണും, ആളുകൾ പോകുന്നു. പക്ഷെ അതിൽ ഒരാൾ നമ്മുടെ നേരെ അടുത്ത് വന്നിട്ട് നമ്മളെ തൊട്ടടുത്ത് നിന്നിട്ട് നമ്മളെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും കാര്യം മാറി. കേട്ടോ, വളരെ വ്യത്യസ്തമായി. എന്തുണ്ടായി? സ്നേഹം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ്, ആളാകുന്ന പരിശുദ്ധാത്മാവിനെ നമുക്കെങ്ങനെ അനുഭവിക്കാം? പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ശരിയായി. അതാണ് റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. സ്നേഹം ഒരു മെക്കാനിസം അല്ല, ഒരു ഇലക്ട്രോണിക് കണക്ഷൻ അല്ല, ഒരു മീഡിയയുടെ ആക്ടിവേഷൻ അല്ല. സ്നേഹം ഒരു വ്യക്തിബന്ധമാണ്, ഒരു ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുന്നതാണത്. അതിൽ ജീവനുണ്ട്. ഇപ്പോൾ നമ്മൾ ആരെങ്കിലുമായിട്ട് വഴക്കടിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോ, ഭാര്യയും ഭർത്താവുമായിട്ട് വഴക്കടിച്ചിരിക്കുകയാണ് ഒരു ദിവസം, വെറുതെ നിസാര കാര്യത്തിന് വഴക്കടിച്ചു പോയി. പിന്നെ നമുക്കങ്ങ് ജീവനില്ലാത്ത മാതിരിയാണ്. ഒരാൾ മിണ്ടുന്നില്ല, വീട്ടിൽ ആകെ ഒരു മ്ലാനത. കുട്ടികൾ അങ്ങോട്ട് നോക്കണം, എന്തു പറ്റി അറിഞ്ഞൂടാ, പപ്പയും അമ്മയും മിണ്ടണില്ല, പിള്ളേരും മിണ്ടണില്ല. അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിന് നമ്മൾ എന്ത് തോന്നും? മരിച്ച അവസ്ഥയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് അടുത്ത ആളോട് പറയാണ്, എന്നോട് ക്ഷമിക്ക്, അതെനിക്ക് തെറ്റുപറ്റിപ്പോയി, പ്ലീസ് അതങ്ങ് ക്ഷമിക്ക്. ക്ഷമിച്ചു, എനിക്ക് നിന്നെ സ്നേഹമാണ്, ഞാനത് സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ, അങ്ങ് വിട്ടുകളയും. ശരി, ഞാൻ വിട്ടുകളയണു. സ്നേഹം അണപൊട്ടി ഒഴുകി
അപ്പോഴേക്കും പിള്ളേരെല്ലാം ഓടി വന്ന് ഇത് കണ്ട ഭയങ്കര സന്തോഷമായി. സന്തോഷമെന്ന് മാത്രമല്ല, ജീവനായി. അപ്പോൾ അതാണ് ജീവൻ. അപ്പോൾ സ്നേഹം, ജീവൻ, ഇത് രണ്ടും വലിയ ബന്ധമുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് ജീവദാതാവാണെന്ന് പറയുമ്പോൾ ആ ജീവദാതാവിൻ്റെ മറ്റൊരു പ്രക്രിയ, ആ ജീവദാതാവ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവഹിപ്പിക്കുന്നു. അതൊരു വാത്സല്യമാണ്. ടെൻഡർ ലവ് എന്ന് പറയും, വാത്സല്യം. പിതാവിൻ്റെ വാത്സല്യമാണത്. അതാണ് സങ്കീർത്തനങ്ങളിൽ പല സ്ഥലത്തും ആ വാത്സല്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വാത്സല്യമാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലേക്ക് ഒഴുകുന്നത്. അപ്പോഴാണ് നമ്മൾ ആ വ്യക്തി ബന്ധം മനസ്സിലാകുന്നത്. നമ്മുടെ അപ്പൻ നമ്മളെ കെട്ടിപ്പിടിച്ച് മകളെ, മകനെ, എൻ്റെ ചക്കരേ, മുത്തേ, കുട്ടപ്പ, ചക്കര ഉമ്മ എന്ന് പറയുമ്പോൾ ആ വാത്സല്യം നമ്മൾക്കങ്ങ് അനുഭവിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയെ നമ്മൾ അനുഭവപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ അനുഭവം ഉണ്ടാകുന്നത് ആ വ്യക്തിയുടെ വലിയ പ്രഭാവത്തിലൊന്നുമല്ല, ആ വ്യക്തിയുടെ സ്നേഹത്തിലാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പയുടെ ഡൊമിനം വിവിഫിക്കാൻഡത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. അതിൽ പറയുന്നൊരു കാര്യം ഇതാണ്: ഹോളി സ്പിരിറ്റ് ഈസ് എ ഗിഫ്റ്റ്. പരിശുദ്ധാത്മാവ് ഒരു ദാനമാണ്, ഒരു വ്യക്തിയാണ്, സ്നേഹമാണ്. ഇത് മൂന്നും തമ്മിലൊന്ന് മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ ആ വ്യക്തി സ്നേഹമാണ്. ആ വ്യക്തിയും സ്നേഹവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമുള്ള സൗജന്യ ദാനമാണ്. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്ന ദാനമാണ്. ഹീസ് എ ഗിഫ്റ്റ്, എ പേഴ്സൺ ആൻഡ് ലവ്. പേഴ്സൺ ലവ്, ഒരു വ്യക്തി, സ്നേഹമാകുന്ന ഒരു വ്യക്തി. അപ്പോൾ ഈ സ്നേഹമാകുന്ന വ്യക്തിയെ നമ്മൾ എങ്ങനെ മനസ്സിലാവും? ദേ പോകുന്നു. ഇപ്പം ഈശോനെ കണ്ടപ്പോൾ യോഹന്നാൻ ദേ പോകുന്നു, ദേ ചെല്ല്, പുറകെ ചെന്നോളൂ, ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ദേ പോകുന്നു, വിസിബിളായിട്ട് കാണുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ അതുപോലെ കാണിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിനെ ഈശോ നമ്മളിൽ നിശ്വസിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപം ക്ഷമിക്കുന്നു അത് ക്ഷമിച്ചിരിക്കും. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഈശോ പറഞ്ഞു, നിനക്ക് ശത്രുക്കളെ പോലും സ്നേഹിക്കാനുള്ള ഒരു പുതിയ കൽപ്പനയാണ് ഞാൻ തരുന്നത്. അതായത് നമ്മുടെ ജീവൻ പോലും മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാനുള്ള സ്നേഹം നമുക്ക് ലഭിക്കുന്നു. സ്നേഹമുള്ളവരെ, അപ്പോൾ നമുക്കിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ ഒരു രഹസ്യം, പരിശുദ്ധാത്മാവാണ് ത്രിത്വൈക ദൈവത്തിൽ, അതായത് ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആളായ ദൈവപുത്രനായ പുത്രൻ തമ്പുരാൻ, ദൈവമകനായ പുത്രൻ തമ്പുരാൻ മനുഷ്യമകനായി ഒരു സ്ത്രീയിൽ നിന്ന് ജാതനാകുന്നതിൽ മനുഷ്യാവതാരത്തിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം. പുത്രൻ തമ്പുരാന് ജന്മം കൊടുത്തു. മനുഷ്യവംശത്തിന് വേണ്ടിയുള്ള രക്ഷയുടെ ആ വലിയ രഹസ്യം അവിടെ തുറക്കുകയാണ്. പന്തക്കുസ്തായ്ക്ക് ശേഷം, പന്തക്കുസ്തായിലൂടെ എല്ലാ മനുഷ്യരുടെ മേലും പരിശുദ്ധാത്മാവിന് വരുന്നതിനുള്ള കാരണം ഈശോയുടെ ജീവിത ബലിയായി ഈശോ അർപ്പിച്ചതിലൂടെയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കമെല്ലാം ആരംഭിച്ചത് ദൈവത്തോടൊപ്പമായിരുന്നവൻ അത് കാര്യമായി പരിഗണിക്കാതെ തന്നെ താഴ്ത്തി മനുഷ്യനായി ജനിച്ചിരിക്കുന്നു. അതായത് ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാൻ ഇതാ നസ്രസിലെ ഒരു ആശാരിയുടെ മകനായിട്ട് ജനിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങനെ അവൻ ജനിച്ചിരിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അവനിൽ ഒരു കുറവുമില്ല, അവൻ പൂർണ്ണനായ ദൈവമാണ്. സ്നേഹമുള്ളവരെ, ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകുന്നു, ആ വ്യക്തി സ്നേഹമാകുന്നു. നമുക്ക് പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ച്
വീണ്ടും വീണ്ടും അതിനെ ഉണർത്തി നമ്മളിൽ വസിക്കുന്നുണ്ട് ആ പരിശുദ്ധാത്മാവ്, ഒരു വ്യക്തിയായി വസിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് മുന്നേറാം.